ഞാനിപ്പോ നിക്കണത് ലോകത്തിലെ തന്നെ ഏറ്റവും വില കൂടിയ മഞ്ഞൾ എന്നറിയപ്പെടുന്ന വാടാർ മഞ്ഞളിന്റെ അരിയിലാണ് കണ്ട. അപ്പൊ ആ കിലോക്ക് 1.5 ലക്ഷം രൂപ തുടങ്ങിയാണ് വില എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഞാനിത് വിളവെടുക്കണ വീഡിയോന്റെ സുൽഫത്ത് ഗ്രീനറി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് പേര് പറഞ്ഞത് കരിമഞ്ഞളാണെന്ന്. അപ്പൊ കരിമഞ്ഞളും വാടാർ മഞ്ഞളും തിരിച്ചറിയണം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, വാടാർ മഞ്ഞളിന്റെ തണ്ട് കണ്ട നല്ല റെഡ് കളറായിരിക്കുള്ളൂ, കരിമഞ്ഞളിന്റെ പച്ച കളറായിരിക്കുള്ളൂ. പിന്നെ ഇലകളൊക്കെ രണ്ടും ഒരേപോലെ തന്നെയാണ് ഇരിക്കണത് കണ്ട. നടുക്ക് നല്ല വയലറ്റ് വരകളാണ് ഇലകൾക്ക്. പിന്നെ വാടാർ മഞ്ഞൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കണ്ട, നമുക്ക് മണ്ണിന്റെ അടിയിൽ എത്രയോ നാള് കിടക്കണോ അപ്പോഴാണ് ഇതിന് ഗുണം കൂടണതും പൈസ കൂടുതൽ കിട്ടണത്. അപ്പൊ നമ്മ മഞ്ഞൾ നട്ട് കഴിഞ്ഞാല് നമുക്ക് ആവശ്യത്തിന് മാത്രം പറിച്ചെടുത്താൽ മതി. പിന്നെ അത് മണ്ണിന്റെ അടിയിൽ തന്നെ കിടന്നോട്ടെ. എത്രയോ വർഷങ്ങൾ കിടക്കണോ അത്രയും നല്ലതാണ്. പിന്നെ ഒരു വളങ്ങളും നമ്മ ആദ്യം വളമൊക്കെ ഇട്ട് നട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു വളങ്ങളും നമ്മ വാടാർ മഞ്ഞളിന് കൊടുക്കാൻ പാടില്ല. യാതൊരുവിധ മരുന്നുകൾ അടിക്കാൻ പാടില്ല. കാരണം ഇത് മണ്ണിൽ നിന്നുള്ള മൂലകങ്ങളും വളങ്ങളൊക്കെ വലിച്ചെടുത്താണ് ഈ ചെടി വളരേണ്ടത്. അപ്പോഴാണ് ഈ മഞ്ഞളിന് ഗുണം കൂടുതൽ കിട്ടണത്. അപ്പൊ നിങ്ങ വാടാർ മഞ്ഞൾ ഒരുപാട് പേരാണ് എന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുള്ളവര്. അപ്പൊ ഇനി ഒരു വളങ്ങളും വാടാർ മഞ്ഞളിന് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് സൂര്യപ്രകാശം അധികം വേണ്ട മഞ്ഞൾ കൃഷിക്ക്. അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിൽ സൂര്യപ്രകാശം ഇല്ലാത്ത സ്ഥലത്തൊക്കെ കൃഷി ചെയ്യാം. പിന്നെ സ്ഥലം ഇല്ലാത്തവർക്ക് ഗ്രോ ബാഗിൽ ചെടിച്ചട്ടിയിലൊക്കെ കൃഷി ചെയ്യാം. അപ്പൊ എല്ലാവരും വാടാർ മഞ്ഞളൊക്കെ വീട്ടിൽ കൃഷി ചെയ്യണം.